വലിയൊരു ഹൃദയവേദനയോടെയാണ് ഇന്ന് മീഡിയയുടെ മുമ്പിൽ ഞാനിരിക്കുന്നത്. ഇന്ന് നടന്ന വലിയ രണ്ട് ദുരന്തങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്. ഒരു വിശാല കാഞ്ഞിരപ്പള്ളിയുടെ ഭാഗമായ കണമല പ്രദേശത്ത് കാട്ടുപോത്ത് കയറി വന്ന് വീട്ടകത്തേക്കും വീട്ടുമുറ്റത്തേക്കും കയറി വന്നിട്ട് രണ്ട് കുടുംബനാഥന്മാരെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം. സത്യത്തിൽ ഇത് എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല. രണ്ട് കുടുംബങ്ങൾ തകരുന്ന അവസ്ഥയാണ്. അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം. ഒന്നാമത്, കാട്ടുമൃഗത്തിന് കിട്ടുന്ന ഒരു സുരക്ഷയെങ്കിലും മനുഷ്യന് അവകാശമില്ലേ എന്നൊരു ചോദ്യമുണ്ട്. വീട്ടുമുറ്റത്തേക്കോ പരിസരത്തേക്കോ കാട്ടുമൃഗങ്ങൾ, കാട്ടുപോത്തോ കാട്ടാനയോ അതുപോലെയുള്ള കാട്ടുപന്നികളോ കയറി വന്നു കഴിഞ്ഞാൽ വെടിവെക്കാനുള്ള ഒരു നിയമപരമായ സാധ്യത ഉണ്ടാകാൻ ഇടയാവണം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കിവിടെ ജീവിക്കാനായിട്ട് സാധ്യമല്ലാത്ത സ്ഥിതിവിശേഷം വന്നു ചേരും. സംസ്കാര സമ്പന്നമായ എല്ലാ രാജ്യങ്ങളിലും തന്നെ കള്ളിങ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമയബന്ധിതമായിട്ട് എല്ലാ വർഷവും ഹണ്ട് ചെയ്യാനുള്ള ഒരു നിയമവ്യവസ്ഥയുണ്ട്, നിയമപരമായ ഒരു നിലപാടുണ്ട്. അത് വർദ്ധിച്ചു വരുന്ന കാട്ടുമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മുൻപെങ്ങും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നതിന് കാരണം ഇത്രമാത്രം കാട്ടുമൃഗങ്ങൾ വനത്തിനുള്ളിൽ ഇല്ലായിരുന്നു. കാട്ടുമൃഗങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അനിയന്ത്രിതമായിട്ട് വർദ്ധിച്ചു പെരുകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് നിയമവ്യവസ്ഥയില്ല, സംവിധാനങ്ങളില്ല. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് തീർച്ചയായിട്ടും അമെൻഡ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതെല്ലാം ബഫർ സോൺ ഏരിയ ആണ്. ഈ ബഫർ സോൺ ഏരിയയിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധികളില്ല എന്ന തരത്തിലുള്ളൊരു പ്രചരണം ഉണ്ട്. കാരണം അവിടെ ഖനനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ നിയന്ത്രിക്കപ്പെടുന്നുള്ളൂ, ബാക്കിയെല്ലാം നോർമലായിട്ട് നടക്കും എന്ന തരത്തിലുള്ളൊരു പ്രചരണം ഇന്നുണ്ട്. വാസ്തവത്തിൽ ബഫർ സോണിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണിത്. അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മൃഗങ്ങൾ വിഹരിക്കും, ജനങ്ങൾ അവിടെ നിന്നും തന്നെ ഒഴിഞ്ഞു പോകുന്ന ഗതികേടുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് തന്നെ ഇതിനെ കാണാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയുള്ള ആളുകൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇക്കാര്യത്തിലൊക്കെ പഠിക്കാനായിട്ട് ജനങ്ങളുടെ അവസ്ഥയും ദുരിതങ്ങളും കാട്ടുമൃഗങ്ങളുടെ അവരുണ്ടാക്കുന്ന പ്രതിസന്ധികളും പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന സമിതിയിൽ സത്യസന്ധമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നവരുണ്ടോ, അങ്ങനെ മനസ്സുള്ളവരുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ സംശയമുണ്ട്. കാരണം ഈ കപട പരിസ്ഥിതിവാദം പറയുന്നവരും എവിടെയെങ്കിലുമൊക്കെ നഗരമധ്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നിഷ്ടം പറയുകയും അങ്ങനെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നവരൊക്കെ ഇത്തരം സമിതികളിൽ വന്നിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, അത് ദ്രോഹം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. മാറി മാറി വരുന്ന സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടലുകൾ നടത്തേണ്ടത് അനിവാര്യമാണ്. കാരണം മനുഷ്യൻ്റെ ജീവൻ ഇവിടെ വേട്ടയാടപ്പെടുന്നു കാട്ടുമൃഗങ്ങളാൽ. അതുകൊണ്ട് കാട്ടുമൃഗങ്ങൾ കാടിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിയന്ത്രിക്കപ്പെടണം. അതിനാവശ്യമായ നിയമപരമായിട്ടുള്ള സാധ്യതകൾ ഒരുക്കേണ്ടത് ആവശ്യമാണ്. ഈ കാര്യത്തിൽ സർക്കാരുകൾ അടിയന്തരമായിട്ട് ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.